നമ്മൾ ജനങ്ങളെ സമീപിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വികസന മുന്നേറ്റങ്ങളാണ് അവർക്ക് മുന്നിൽ നിരത്തുവാനുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. എങ്കിലും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാഥാർത്ഥ്യമാക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഒരു അക്കൗണ്ട് നമ്മുടെ കുറ്റ്യാടി മണ്ഡലത്തിലും KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്ററുടെ നേതൃത്വത്തിൽ നമുക്ക് തുറക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വിവിധ പ്രദേശങ്ങളിൽ നടന്നു വരുന്ന ആ ഒരു ഇലക്ഷൻ പ്രചരണത്തിന്റെ അവസാനഘട്ട ഒരു പരിപാടി എന്ന നിലയ്ക്കാണ് ഈ ഒരു DJ നൈറ്റ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേർന്നിരിക്കുന്നത് ആരാധ്യനായ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം അവർകളാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി അദ്ദേഹത്തെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. യുവസഖാക്കളെ, ഇവിടെ യുവത്വത്തിന്റെ എല്ലാ ആവേശ പ്രഹർഷങ്ങളും അണപൊട്ടി ഒഴുകാൻ കാത്തുനിൽക്കെ പ്രസംഗം വഴി ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം. യുവാക്കളാണ് എല്ലാ മഹത്തായ സമരത്തിന്റെയും പുറകിലെ ഏറ്റവും വലിയ പ്രചോദനം. അവരാണ് അനീതിയെ തോൽപ്പിച്ചവർ, അവരാണ് യുദ്ധങ്ങളെ വെറുത്തവർ, അവരാണ് സമാധാനത്തിന്റെ കാവൽക്കാർ, അവരാണ് ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നവർ. ആ യുവാക്കൾ ഇന്ന് കുറ്റ്യാടിയിലും നാദാപുരത്തും കേരളത്തിലാകെയും പറയുന്നു, LDF വിജയം എന്ന് പറഞ്ഞാൽ ആ വിജയം വെളിച്ചത്തിന്റെ വിജയമാണ്. എല്ലാ വെളിച്ചവും മുതിക്കിടത്തിയിട്ട് നമ്മുടെ നാട്ടിലാകമാനം ഇരുട്ടിന്റെ കൊട്ടക്കട്ട സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അവർ ഇരുട്ടിന്റെ ബന്ധുക്കളാണ്. അവരുടെ പേര് UDF എന്നാകാം, BJP എന്നാകാം, ഏത് പേരായാലും അവർ വെളിച്ചത്തെ ഓർക്കുന്നവരാണ്. അവർ ഇരുട്ടിന്റെ കാവൽക്കാരാണ്. അത്തരക്കാരെ തറപറ്റ പരാജയപ്പെടുത്തിക്കൊണ്ട് ആകാശം മുട്ടെ വെളിച്ചം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പോരാട്ടം. അതുകൊണ്ട് വെളിച്ചത്തിന്റെ കാവൽക്കാരെ, നിങ്ങളിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ വമ്പിച്ച ക്യാമ്പയിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഞാൻ ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പഴയ കാര്യം മാത്രം ഓർക്കട്ടെ. എൻ്റെ ക്യാമ്പസ് കാലമാണ്. എൻ്റെ ക്യാമ്പസ് കാലത്ത് ലോകത്തെവിടെയും വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും വിയറ്റ്നാമിന്റെ വിമോചന സമരത്തെ, പോരാട്ടത്തെ സ്വന്തമായി നെഞ്ചേറ്റിയ കാലമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം അന്നും ഇന്നും യുദ്ധമറി പൂണ്ടവർ അന്ന് കൊച്ചു വിയറ്റ്നാമിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലായിരുന്നു. ആ ശ്രമത്തിന്റെ ഭാഗമായി അവർ എല്ലാത്തരം ആയുധങ്ങളും കൂമ്പാരം കൂട്ടിക്കൊണ്ട് വിയറ്റ്നാമിനെ ഇല്ലാതാക്കാൻ നോക്കുകയായിരുന്നു. ലോകമാകെ പറഞ്ഞു വിയറ്റ്നാം മുട്ടുകുത്തില്ല. ലോകമെല്ലാം പറഞ്ഞു യുദ്ധവീരന്മാർ തുലകട്ടെ. ലോകം മുഴുവനും പറഞ്ഞു സാമ്രാജ്യത്വത്തിന്റെ നീക്കങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് പോകാൻ ഇടമുണ്ടാക്കില്ല, തടയുമെന്ന് പറഞ്ഞു. ആ കാലത്ത് ലോകത്തെല്ലാം മുടങ്ങിയ അലയടിച്ചു വന്ന വിയറ്റ്നാം ഏകദാർഢ്യ പ്രസ്ഥാനമുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ ക്യാമ്പസുകളിലും അത് കൊടുങ്കാറ്റ് പുരാഞ്ഞടിച്ചു. അന്ന് എല്ലാ ക്യാമ്പസിലും ഒരു മുദ്രാവാക്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ആ മുദ്രാവാക്യം ഹിന്ദിയിലായിരുന്നു. ആ മുദ്രാവാക്യം പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കണം, മേരാ നാം തേരാ നാം, വിയറ്റ്നാം വിയറ്റ്നാം എന്ന്. മേരാ നാം തേരാ നാം എന്ന്. അപ്പോൾ ക്യാമ്പസ് വിളിച്ചു പറഞ്ഞു വിയറ്റ്നാം വിയറ്റ്നാം. അതിന് വലിയ ക്യാമ്പയിൻ പോലെ എല്ലാ ഇന്ത്യൻ ക്യാമ്പസുകളും വിദ്യാർത്ഥികളാണ് ഏറ്റവും വിളിച്ച മുദ്രാവാക്യമായി മാറുന്നത്. SFIയും ന്യായീകത്വം മാത്രമല്ല, എല്ലാ വിദ്യാർത്ഥികളും ഒന്നായി പറഞ്ഞു എന്റെ പേരും നിന്റെ പേരും വിയറ്റ്നാം വിയറ്റ്നാം എന്നാണ്. ഞാനിപ്പോൾ ആ മുദ്രാവാക്യം വെക്കുന്നു.
എന്നിട്ട് ചെറിയ ഒരു മാറ്റവുമായി ഞാൻ ചോദിക്കുന്നു, ഞാൻ പറയുന്നു, കേരളം കേരളം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒന്നിച്ചു പറയണം LDF. എന്റെ ഭാഗത്തുനിന്ന് ഇത് മാത്രമേ ഉള്ളൂ. കേരളം എന്റെ പേരും നിന്റെ പേരും എല്ലാവരും ഒന്നിച്ചു പറയണം LDF. അതേ സഹാക്കളിൽ എന്റെ പേരും നിന്റെ പേരും LDF എന്നാണ്. നമ്മുടെ എല്ലാം പേരൊന്നാണ്, ലക്ഷ്യമൊന്നാണ്, താല്പര്യമൊന്നാണ്, സ്ഥാനാർത്ഥി ഒന്നാണ്. നമ്മുടെ എല്ലാ കുതിപ്പ് ജീവിതത്തിലേക്കാണ്. പ്രിയപ്പെട്ട സഹാബ് ഇതുപോച്ച ഭാഷയെ നമ്മൾ കുറ്റാടി കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തേക്ക് വിജയിപ്പിക്കും പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാന ദേശീയ പാതയിലാണ് ഈ പരിപാടി നടക്കുന്നത്. പരമാവധി വാഹനത്തിന്റെ ഒഴിവാക്കാറുള്ളത് ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനം നടത്തുന്നു. കേരളത്തിലെ കളിയുടെ കൂടെ കൂടി ഈ സർക്കാരിനെ ലേശം വിഷമിപ്പിച്ച് കളിയാമെന്ന ചിന്തയിലേക്ക് ആരും നീങ്ങണ്ട. Zimam ding ding boom. Bing bing boom.